ഹായ് എവരി വൺ, നമ്മൾ ആദ്യത്തെ യൂണിറ്റ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടു, മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാനേജ്മെന്റ് കൺട്രോൾ എന്താണ്, ടൈപ്സ് ഓഫ് കൺട്രോൾ, മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ്, അതിന്റെ എസെൻഷ്യൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് പാർട്ട് 2ലേക്ക് പോവാം. സോ പാർട്ട് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കമ്പോണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം വെച്ചിട്ടാണ്. ഏകദേശം നമുക്കൊരു ഒരു 6ഓളം ഫാക്ടേഴ്സ്, നിങ്ങൾ ഈ സ്ലൈഡ്സിൽ കാണുന്ന പോലെ നമുക്കൊരു 6ഓളം ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. കൺട്രോൾ സിസ്റ്റത്തിന്റെ ഫാക്ടേഴ്സ് അല്ല, എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യം വരുന്നത് പ്ലാനിങ്, മെഷർമെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. എന്താണ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. മാനേജ്മെന്റിന്റെ ഫണ്ടമെന്റൽ ഫംഗ്ഷൻ ആണ് പ്ലാൻ. അത് ഓർഗനൈസേഷന്റെ കേസിൽ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്താലും പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുന്ന കാര്യത്തിലോ, നിങ്ങളൊരു ഒരു ഫോർ എക്സാമ്പിൾ ട്രിപ്പ് പോകുന്ന കാര്യത്തിലായാലും ഒരു പ്രോപ്പർ പ്ലാനിങ് നമ്മൾ എല്ലാത്തിനും വേണം എന്ന് പറയും. സോ കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു മെയിൻ ആയിട്ട് ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. പ്രൊജക്ട്സ്, ഐഡിയാസ്, പ്രോഗ്രാംസ്, ആക്ടിവിറ്റീസ് ദാറ്റ് ദി ഓർഗനൈസേഷൻ ഇന്റൻഡ് ടു ടേക്ക് അപ്പ് ഓവർ ദ പ്ലാനിങ് ഹൊറിസോൺ. ആ ഒരു എൻറ്റയർ പീരീഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ബ്രോഡ് ഐഡിയാസ്, ഐഡിയാസ്, പ്രോഗ്രാംസ്, പ്രൊസീജിയേഴ്സ് എല്ലാം ആക്ച്വലി പ്ലാനിങ്ങിലാണ് വരിക. ഓക്കെ, ഇനി ഇതില് വേറൊരു കാര്യം കൂടി നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റജിക് ഇന്റന്റ് ഇൻ ആൻ എൻവയോൺമെന്റ് ഓഫ് സ്ട്രാറ്റജിക് അൺസർട്ടൈനിറ്റീസ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് അൺസർട്ടൈൻ ആയിട്ട് ഒരു എൻവയോൺമെന്റിൽ ഈ ഒരു പ്ലാനിങ് കൊണ്ടിട്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും. നമുക്ക് ആ ഒരു അൺസർട്ടൈനിറ്റി നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ടോപ്പ് മാനേജ്മെന്റ് കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഇൻ ബജറ്റും ഒരു പ്ലാനിങ് ഡിവൈസ് ആണ് അല്ലെ. ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത വർഷത്തേക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ക്യാഷ് ബജറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അടുത്ത വർഷത്തേക്ക് എന്ത് വരുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് നമ്മൾ അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യും നമ്മുടെ റിസോഴ്സസ്. അതാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു എഗെയിൻസ്റ്റ് ടാർഗറ്റ്. നമ്മൾ ആക്ച്വലി പെർഫോമൻസ് ഇതാണ് സംഭവിച്ചത്, നമ്മൾ സെറ്റ് ചെയ്ത ടാർഗറ്റ് ഇതാണ്. ഓക്കെ, അത് തമ്മിലൊരു മെഷർമെന്റ് ആണ്, അത് തമ്മിലൊരു കമ്പാരിസൺ ആണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന അച്ചീവ്മെന്റ് റിപ്പോർട്ടിംഗ്. എന്താണ് അച്ചീവ്മെന്റ് റിപ്പോർട്ടിംഗ്? അതായത് ആക്ച്വൽ അച്ചീവ്മെന്റും ഡിസൈർഡ് അച്ചീവ്മെന്റ്, നമ്മൾ ആഗ്രഹിച്ചതും സംഭവിച്ചതും നടന്നതുമായിട്ടുള്ള രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എൻറ്റയർ സൈക്കിൾ, ഈ പ്ലാനിങ്, മെഷർമെന്റ്, റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു സൈക്കിൾ നമ്മൾ എപ്പോഴും എവറി ഇയർ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ബജറ്റ് ഒന്നും ഒരിക്കലും മോർ ദാൻ 1 ഇയർ പോകില്ല. ഇപ്പൊ നിങ്ങൾ നമ്മുടെ യൂണിയൻ ബജറ്റ് ഒക്കെ എടുത്തു, സ്റ്റേറ്റ് ബജറ്റ് ഒക്കെ എടുത്താലും അത് 1 ഇയറിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ ഷോർട്ട് ടേമും പോസിബിൾ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ബജറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. ഫ്ലെക്സിബിൾ ആണെങ്കിലോ നമുക്ക് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഷോർട്ട് ടേം ഈസ് ഓൾസോ പോസിബിൾ. ഇതാണ് പ്ലാനിങ്, മെഷർമെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് സൈക്കിൾ. അപ്പൊ എക്സാമിനെങ്ങാനും PMR സൈക്കിൾ എന്ന് ചോദിച്ചാൽ അത് പ്ലാനിങ്, മെഷർമെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് സൈക്കിൾ ആണ്. കണ്ടോ, ഇവിടെ സ്ട്രാറ്റജിക് അൺസർട്ടനിറ്റീസ് ആണ് ഇടതുവശത്ത് വരുന്നത്. സോ അതിന് നമുക്ക് ഓവർകം ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പ്ലാനിങ് ആൻഡ് അതുപോലെ തന്നെ മെഷർമെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് സൈക്കിൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്ന ഫാക്ടർ അല്ലെങ്കിൽ എലമെന്റ് എന്ന് പറയുന്നത്, കമ്പോണന്റ് എന്ന് പറയുന്നത് ഹയറാർക്കി ഓഫ് കൺട്രോൾ. സോ കൺട്രോളിലുള്ള ഹയറാർക്കീസ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഓർഗനൈസേഷന്റെ ഹയറാർക്കി ഉണ്ട്. ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ മാനേജ്മെന്റ്, ലോവർ മാനേജ്മെന്റ്. ലോവറിൽ തന്നെ പല പല ക്ലാസിഫിക്കേഷൻ, ടോപ്പിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്. അതുപോലെ തന്നെയാണ് കൺട്രോളിലും ഹയറാർക്കി ഉണ്ട്. മെയിൻ ആയിട്ട് 3 ലെവൽസ് ആണ് വരുന്നത്. അതായത് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് 3 ലെവലാണ് ഒരു പഴയ കൺവെൻഷണൽ സിസ്റ്റം അനുസരിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ കാണാം. ഓൾഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ആന്റോണി ആൻഡ് ഡേർഡന്റെ ഫ്രെയിംവർക്ക് ആണ്. അതിൽ 3 എണ്ണം വരുന്ന, 1 സ്ട്രാറ്റജിക് പ്ലാനിങ്, 2 മാനേജ്മെന്റ് കൺട്രോൾ, 3 ഓപ്പറേഷൻ കൺട്രോൾ. പക്ഷെ പുതിയ ഫ്രെയിംവർക്ക് കുറെ കൂടി നമ്മൾ ആ ഒരു ഐഡിയനെ കുറെ കൂടി ഷാർപ്പൻ ചെയ്തു ത്രൂ ദ ഐഡിയ ഓഫ് ഇന്ററാക്റ്റീവ് ഹയറാർക്കി ഓഫ് കൺട്രോൾ. ഒന്നും ഇൻഡിപെൻഡന്റ് അല്ല, ഇത് തമ്മിൽ തന്നെ ഒരു കണക്ഷൻ ഉണ്ട് ഓരോ കൺട്രോൾ ലെവലും തമ്മിൽ. സോ ആ ഒരു ഇന്ററാക്റ്റീവ് ഹയറാർക്കിയുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പഴയ കൺവെൻഷണൽ ഐഡിയ ഒന്നും കൂടി ഷാർപ്പൺ ചെയ്തപ്പോഴാണ് പുതിയ ഫ്രെയിംവർക്ക് വന്നത്. പുതിയ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ആന്റോണി ആൻഡ് ഗോവിന്ദരാജ് എന്ന് പറഞ്ഞ ഓതേഴ്സ് ആണ്. അവർ വന്നിരിക്കുന്നത് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ 1, 2 മാനേജ്മെന്റ് കൺട്രോൾ, 3 ടാസ്ക് കൺട്രോൾ. ഇങ്ങനെ 3 ഹയറാർക്കിയാണ് കൺട്രോൾ ഉള്ളത്. നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, മാനേജ്മെന്റ് കൺട്രോൾ, പിന്നെ ടാസ്ക് കൺട്രോൾ. നമുക്ക് നോക്കാം ഇതിലെ ഡിഫറൻസ് എന്താ.
അതിൽ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ്, നമ്മൾ ആദ്യം പറഞ്ഞ സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. അതിനുശേഷം മാനേജ്മെന്റ് കൺട്രോൾ ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങും മാനേജ്മെന്റ് കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ ഒരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ഞാൻ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ടേബിൾ. അപ്പൊ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ ഫോക്കസ് എന്ന് പറയുന്നത് സിംഗിൾ ആസ്പെക്ട് ഓഫ് ദി കോർപ്പറേറ്റ് ലൈഫ് അറ്റ് എ ടൈം. ഒരു സമയത്ത് നമ്മൾ ഒരു ആസ്പെക്റ്റിന് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ എം ഓൺലി ലുക്കിംഗ് അറ്റ് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. പക്ഷെ മാനേജ്മെന്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ ഓപ്പറേഷൻസിനെയും എല്ലാ ആക്ടിവിറ്റീസിനെയും പല പല സബ് ഡിവിഷൻസിന്റെയും നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഒരു എക്സാമ്പിൾ നോക്കുക. ദി അക്വിസിഷൻ ആൻഡ് ഡിപ്പോസിഷൻ ഓഫ് എ മേജർ ഫെസിലിറ്റി. ഒരു പുതിയ ഡിവിഷന് സബ്സിഡിയറി ബിസിനസ് ക്രിയേറ്റ് ചെയ്യണമോ? പുതിയ ഒരു പ്രൊഡക്റ്റിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണമോ? പുതിയ ക്യാപിറ്റലിന് പൈസ ഇക്വിറ്റി വഴി റേസ് ചെയ്യണോ, ഡെപ്റ്റ് വഴി റേസ് ചെയ്യണോ, എത്ര രൂപ റേസ് ചെയ്യണം? ഇതെല്ലാം സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. പക്ഷെ മാനേജ്മെന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ, ടോട്ടൽ ഓപ്പറേഷൻസ് ഓഫ് ദ ഡിവിഷൻ, ടോട്ടൽ ഓപ്പറേഷൻസ് ഓഫ് ദ പ്ലാൻ, ടോട്ടൽ ഓപ്പറേഷൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം മാനേജ്മെന്റ് കൺട്രോളിന്റെ കീഴിലാണ് വരിക. ടൈപ്സ് ഓഫ് ഡിസിഷൻ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ പലപ്പോഴും അൺസ്ട്രക്ചേർഡ് ആൻഡ് അൺപ്രോഗ്രാം ഡിസിഷൻസ് ആയിരിക്കും. കാരണം ടൈലർ മോഡ് ആണല്ലോ, ഒരു ടൈലർ, അതായത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. പക്ഷെ മാനേജ്മെന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ആസ് എ ഹോൾ ആയതുകൊണ്ട് തന്നെ ഓരോന്നിനും അതിൻ്റെതായ രീതി ഉണ്ട് ചെയ്തു പോകുന്നതിന്. സോ ഇറ്റ്സ് റിതമിക് ആൻഡ് റെഗുലർ. നേച്ചർ ഓഫ് ഇൻഫർമേഷനോ എപ്പോഴും ടൈലർ മെയ്ഡ് ആണ് ഫോർ ദ പ്രോബ്ലം. കാരണം എപ്പോഴും അത് ചിലപ്പോൾ റെയർലി ഒക്കർ ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കാം, എപ്പോഴും സംഭവിക്കാത്ത ഒരു പ്രോബ്ലം ആയിരിക്കാം, ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ആണ് സംഭവിക്കുന്നത്. സോ അതിന് ടൈലർ മെയ്ഡ് ആണ് പലപ്പോഴും ഇൻഫർമേഷൻ. പക്ഷേ മാനേജ്മെന്റ് കൺട്രോള് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനൊരു പ്രോപ്പർ ഫ്ലോ ഉണ്ട്. ആ ഇൻഫർമേഷൻ അക്യുറേറ്റ് ഇൻഫർമേഷൻ ആണ്, ഇന്റഗ്രേറ്റഡ് ആണ്, ഇന്റേണൽ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ടെക്നിക്ക് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് പലപ്പോഴും യൂസ് ചെയ്യുന്ന SWOT അനാലിസിസ് ആണ് ഒന്ന്. മാനേജ്മെന്റ് കൺട്രോൾ ബജറ്റിംഗ് ആണ് യൂസ് ചെയ്യുക. നേച്ചർ ഓഫ് ആക്ടിവിറ്റി ക്രിയേറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ ആണ്. കാരണം ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം അതിന് സോൾവ് ചെയ്യണമെങ്കിൽ. പക്ഷെ മാനേജ്മെന്റ് കൺട്രോൾ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റി ആണ്, ടെക്നിക്സ് ആണ് നമ്മൾ കൂടുതൽ, ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റി ആണ്. ടൈം ഫ്രെയിം സ്ട്രാറ്റജിക് പ്ലാനിങ് പലപ്പോഴും 1 ഇയറിന്റെ മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിനെ അക്വയർ ചെയ്യുന്നതോ ഒരു സബ്സിഡിയറിനെ നമ്മൾ വാങ്ങുന്നതോ ഒന്നും ചെറിയ കാര്യമല്ല. അത് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ മാനേജ്മെന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ബൈ ഇയർ, ചിലപ്പോൾ ഒരു ക്വാർട്ടർ ആകാം, ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ സംഭവിക്കും. അപ്രൈസൽ പെർഫോമൻസിന് അപ്രൈസ് ചെയ്യാൻ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ. ഒരു മെർജർ ഒക്കെ നമ്മൾ ചെയ്ത് അതിന്റെ അത് നന്നായോ ചീത്തയോ അല്ലെങ്കിൽ അത് നല്ലതാണോ അത് ചീത്തയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. പക്ഷെ മാനേജ്മെന്റ് കൺട്രോൾ നമുക്ക് അറിയാം, ഒരു യൂണിറ്റിന്റെ ഒക്കെ ഒരു ഓപ്പറേഷന്റെ പെർഫോമൻസ് അറിയാൻ റിലേറ്റീവ്ലി ഈസി ആണ് വെൻ കമ്പയർഡ് ടു സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇനി അതുപോലെ മാനേജ്മെന്റ് കൺട്രോളും ഓപ്പറേഷണൽ കൺട്രോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ തൊട്ടു മുന്നേ നോക്കിയത് സ്ട്രാറ്റജിക് പ്ലാനിങ് മാനേജ്മെന്റ് കൺട്രോൾ ആണ്. ഇനി ഓപ്പറേഷണൽ കൺട്രോളും മാനേജ്മെന്റ് കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഒന്ന് ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ കൺട്രോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മാനേജ്മെന്റ് കൺട്രോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, സബ് ഡിവിഷൻസും യൂണിറ്റ്സ് എല്ലാം വരുന്നത്. ഓപ്പറേഷണൽ കൺട്രോൾ എപ്പോഴും ഒരു സിംഗിൾ ടാസ്ക് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഓപ്പറേഷൻസ് ഓഫ് മോസ്റ്റ് മാനുഫാക്ചറിംഗ് പ്ലാൻ, മാർക്കറ്റിംഗ് ഫംഗ്ഷൻ, വർക്ക് ഓഫ് സ്റ്റാഫ് യൂണിറ്റ് ഓഫ് ഓൾ ടൈപ്സ്, ഇതെല്ലാം ഓപ്പറേഷനിലാണ് വരുന്നത്. ടൈപ്സ് ഓഫ് ഡിസിഷൻ എന്ന് പറയുന്നത് ലിറ്റിൽ ജഡ്ജ്മെന്റ് ആൻഡ് ഗ്രേറ്റർ റിലയൻസ് ഓൺ റൂൾസ്. കൂടുതലും നമ്മൾ റൂൾസിനാണ് റിലൈ ചെയ്യുന്നത്. ജഡ്ജ്മെന്റ് നമ്മുടെ ഒരു പേഴ്സണൽ ജഡ്ജ്മെന്റ് എടുക്കുന്നത് വളരെ കുറവായി. നേച്ചർ ഓഫ് ഇൻഫർമേഷൻ ടൈലർ മെയ്ഡ് ആണ് അഗെയിൻ, ബിക്കോസ് ഇറ്റ് സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ. ടെക്നിക്സ് നമ്മൾ കൂടുതലും ഒരു ഓപ്പറേഷണൽ റിസർച്ചിലെ ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓപ്പറേഷണൽ കൺട്രോൾ ചെയ്യുന്നത്. ടൈം ഫ്രെയിം എപ്പോഴും ചിലപ്പോൾ ഡേ ടു ഡേ പോലും ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും താഴെ നിൽക്കുന്ന ഫംഗ്ഷൻസ് ആണ്, നമ്മുടെ ശരിക്കും പ്ലേ ഏരിയ ആണ് ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോ അവിടെ എപ്പോഴും ഡേ ടു ഡേയിലായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് കൺട്രോൾ ഓപ്പറേഷണൽ കൺട്രോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഈ ഫോർ ലിവേഴ്സ് ഓഫ് കൺട്രോൾ പറയുന്നത്, ഒന്ന് ഡയഗ്നോസ്റ്റിക്, 2 ഇന്ററാക്റ്റീവ്, 3 ബൗണ്ടറി, 4 ബിലീഫ് സിസ്റ്റം. സോ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഡയഗ്നോസ്റ്റിക് കൺട്രോൾ. ഡയഗ്നോസ്റ്റിക് കൺട്രോളിൽ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന ഫീഡ്ബാക്ക് കൺട്രോൾ ആണ്. അതായത് നമുക്കറിയാം ദർ ഇസ് എ സ്റ്റാൻഡേർഡ്, നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യൂല ഏതൊരു ആക്ടിവിറ്റിക്ക് ആണെങ്കിലും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഡീവിയേഷൻ ഉണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു എഗെയിൻസ്റ്റ് ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ പെർഫോമൻസ് ആയോ, സോ നമ്മളത് കമ്പയർ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഇൻഫോർമലി നമ്മൾ മീറ്റിംഗ് വെക്കുന്നു, ഡിപ്പാർട്ട്മെന്റൽ ലെവൽ മീറ്റിംഗ്, ടീം ലെവൽ മീറ്റിംഗ് എല്ലാം നമ്മൾ പെർഫോമൻസ് റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കും. ഇന്ററാക്റ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് ടു എൻഗേജ് ഇൻ മീനിങ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ഇന്ററാക്ഷൻ അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, കോൺസെൻട്രേറ്റ്സ് അറ്റൻഷൻ ഓൺ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ
എല്ലാ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു എൻഗേജ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്ററാക്റ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ബൗണ്ടറി സിസ്റ്റം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് വാട്ട് എ കമ്പനി ഈസ് നോട്ട് ഗോയിങ് ടു ഡു. ഞാൻ പറയുന്നു, ഫോർ എക്സാമ്പിൾ ബിൽ ഗേറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ ബിൽ ഗേറ്റ്സിന്റെ എക്സാമ്പിൾ ഉണ്ട്. മൈക്രോസോഫ്റ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ദിസ് ആൻഡ് ദിസ്. അല്ലെങ്കിൽ ITC പറയുന്നു, ഞങ്ങൾക്ക് ടൊബാക്കോ ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഏരിയയിലേക്കാണ്, ഞങ്ങൾ ടൊബാക്കോ ഒന്നും ഹോട്ടലിൽ നിന്നെല്ലാം മൂവ് ചെയ്യുകയാണ്, ഞങ്ങളുടെ കോർ ബിസിനസ്സിലേക്ക് പോവുകയാണ്. അതൊരു ബൗണ്ടറി സിസ്റ്റം. അവരെന്തിലാണ് അവരുടെ കോർ കോമ്പീറ്റൻസ് എന്തിലാണ്? അപ്പോൾ അവർക്ക് ഈ പുതിയ ഏരിയാസിലേക്കുള്ള ഗ്രോത്ത് എല്ലാം പ്രിവെന്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതിൽ മാത്രം ഒരു വർക്ക് ചെയ്താൽ മതി. ഈ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന വിഷൻ എന്താണ്? മിഷൻ. നിങ്ങൾ ഏത് കമ്പനിയുടെ വെബ്സൈറ്റിൽ, ഈവൻ നമ്മളിപ്പോ നിലവിലെ ഏത് ഓർഗനൈസേഷനും ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ പോലും ഒരു കമ്പനിക്ക് വിഷനും മിഷനും വാല്യൂ സിസ്റ്റം എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാകും. അതുപോലെ ഓരോ കമ്പനീസിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി നോക്കി, അവിടെ എല്ലാം നിങ്ങൾക്ക് വിഷൻ മിഷൻ എല്ലാം കാണാം. അപ്പോ ഈ വിഷൻ മിഷൻ കോർ വാല്യൂസ് ഇതെല്ലാം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ 4 ലെവേഴ്സ് ഓഫ് കൺട്രോൾ: ബൗണ്ടറി സിസ്റ്റം, ബിലീഫ് സിസ്റ്റം, ഡയഗ്നോസ്റ്റിക് കൺട്രോൾ ആൻഡ് ഇന്ററാക്റ്റീവ് കൺട്രോൾ. ഇനി അടുത്ത മൂന്നാമത്തെ കോമ്പോണന്റ് ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് കൺട്രോൾ പ്രോസസ്. നമുക്കറിയാം, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഡിപ്പാർട്ട്മെന്റ്സും യൂണിറ്റ്സും റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റീസ് എല്ലാം എങ്ങനെയാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്, ആർക്കാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ നിങ്ങൾ ഏതൊരു കമ്പനീസിന്റെ വെബ്സൈറ്റിൽ പോയാലും സ്ട്രക്ചർ അറിയാൻ പറ്റും. മേളില് ചെയർമാൻ, പിന്നെ ഓരോരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും കീഴിലെ സൂപ്പർവൈസേഴ്സ്, ഡിവിഷൻസ്, ഡിവിഷണൽ മാനേജേഴ്സ്, ഏരിയ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെയിം ആണോ എല്ലാ ഓർഗനൈസേഷനും? നോ, എല്ലാ ഓർഗനൈസേഷനും ഒരിക്കലും സെയിം അല്ല, ക്യാൻ ബി ഡിഫറെന്റ്. സോ അതുകൊണ്ടാണ് പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുന്നത്: ഫംഗ്ഷണൽ, ഡിവിഷണൽ, മെട്രിക്സ് ആൻഡ് നെറ്റ്വർക്ക് സ്ട്രക്ചർ. ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനും ഫംഗ്ഷണൽ ഏരിയാസ് ഉണ്ടല്ലോ, നമ്മുടെ ഫൈനാൻസ്, മാർക്കറ്റിംഗ്, HR, അതിന്റെ ബേസിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷനെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷണൽ സ്ട്രക്ചർ. ഇപ്പൊ ഓരോ മാനേജറിനും ഓരോ ഫംഗ്ഷനിലായിരിക്കും റെസ്പോൺസിബിലിറ്റീസ് വരാൻ പോകും. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാലോ പ്രൊഡക്റ്റ് ലൈൻ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിലോ, ഫോർ എക്സാമ്പിൾ ITCയുടെ കേസിൽ ഹോട്ടൽ, ടൊബാക്കോ, ദെൻ പേപ്പർ ബോർഡ്, FMCG, ഇങ്ങനെ ഓരോന്നിനും, IT, ഓരോ പ്രൊഡക്റ്റ് ലൈനിന്റെ ബേസിലാണ് റെസ്പോൺസിബിലിറ്റി എങ്കിൽ അതിന് ഓരോന്നിനും ഡിവിഷണൽ മാനേജർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഡിവിഷണൽ സ്ട്രക്ചർ. മെട്രിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൊജക്ട് അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻസ് ആൻഡ് അക്കോർഡിംഗ് ടു ദ പ്രൊജക്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ബേസിൽ. ഇപ്പൊ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെട്രിക് സ്ട്രക്ചർ ആയിരിക്കും. കാരണം പേഴ്സൺ ഈസ് സൈമൾട്ടേനിയസ്ലി റെസ്പോൺസിബിൾ ഫോർ 2 ബോസസ്. ചിലപ്പോൾ പ്രൊജക്ട് മാനേജറും ഫംഗ്ഷണൽ മാനേജറും. അതാണ് മെട്രിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു പുതിയ കൺവെൻഷണൽ രീതിയിലുള്ള നെറ്റ്വർക്ക് സ്ട്രക്ചർ വരുന്നത് ഹൈലി ഇന്റർഡിപെൻഡന്റ് ആണ്. നമുക്ക് ഒരാൾ മാത്രമല്ല ടോപ്പിൽ വരുന്നത്, പല ഏരിയാസ് അല്ലെങ്കിൽ പല ഡിവിഷനുകളിലേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട വരാം. അതാണ് ഹൈലി ഇന്റർഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഒരു വെർട്ടിക്കൽ ആണെങ്കിൽ അത് നമ്മൾ ബ്യൂറോക്രാറ്റിക് എന്ന് പറയാം, അല്ലേ? അത് ഹൊറിസോണ്ടൽ ആയാലാണ് നമ്മൾ ഓട്ടോക്രാറ്റിക്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് എല്ലാവരുടെയും ഡിസിഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ കുറെ കൂടി സ്മൂത്ത് ആകും. IT ഫോംസ് ഒക്കെ പലതും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്തത് എന്താണ് റെസ്പോൺസിബിലിറ്റി സെന്റർ? ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ റെസ്പോൺസിബിലിറ്റി സെന്റർ എന്താണെന്ന് ഒരു ബ്രോഡ് ഐഡിയ തന്നിരുന്നു. ഇവിടെ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പോവാം. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിലാണെന്ന് തോന്നുന്നു നമുക്ക് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് എന്താണെന്ന്. അപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചറും കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നതും ഇറ്റ്സ് ലിങ്ക് ത്രൂ ദ റെസ്പോൺസിബിലിറ്റി സെന്റർ. റെസ്പോൺസിബിലിറ്റി സെന്റർ വഴിയാണ് ഈ ബോത്ത് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറും കൺട്രോൾ സിസ്റ്റവും ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറയുന്നത്? ഇറ്റ്സ് എൻ ഓർഗനൈസേഷണൽ യൂണിറ്റ് ഹെഡഡ് ബൈ എ റെസ്പോൺസിബിലിറ്റി മാനേജർ. ഒരു മാനേജർ നമ്മൾ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, ആൻഡ് ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഓർഗനൈസേഷണൽ യൂണിറ്റ്. ആ ഒരു യൂണിറ്റിന് എൻറ്റയർ യൂണിറ്റിന് നമുക്ക് റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് വിളിക്കാം. ഓക്കെ, ചിലപ്പോൾ അത് ഒരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ കോസ്റ്റ്, അല്ലെങ്കിൽ റവന്യൂ, അല്ലെങ്കിൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഒരു ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടൊരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യണമോ വേണ്ടോ, അതൊരു റെസ്പോൺസിബിലിറ്റി സെന്റർ ആണ് ആക്ച്വലി. അതൊരു ഇൻവെസ്റ്റ്മെന്റ് സെന്ററും ആണ് അറ്റ് ദ സെയിം ടൈം. പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെന്റർ, ഡിസ്ക്രിഷണറി കോസ്റ്റ് സെന്റർ, റവന്യൂ സെന്റേഴ്സ്, പ്രോഫിറ്റ് സെന്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കും. ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർവ്യൂ നിങ്ങൾക്ക് തരാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഫോർമാൻ ഇൻ എ ഫാക്ടറി ഹൂസ് റെസ്പോൺസിബിലിറ്റി സ്പെസിഫൈഡ് ഇൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസ്
of direct labor and material required for each unit of input. They're responsible for the flexible overhead expense budget, and the objective is to minimize the variance between the standard and budgeted cost and actual cost. So standard cost center എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഫോർമാൻ വർക്ക് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോർമാൻ നിങ്ങളുടെ അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അവർ പറഞ്ഞിട്ടുണ്ട് ഇത്ര യൂണിറ്റ് സാധനം ഉപയോഗിച്ചുകൊണ്ട് ഇത്ര യൂണിറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, മാക്സിമം വേസ്റ്റേജും കോസ്റ്റ് എല്ലാം റെഡ്യൂസ് ചെയ്തുകൊണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്തിരിക്കുന്ന ഒരാൾക്കായിരിക്കും. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെന്ററിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയൻസ് കുറക്കണം. അതായത് ഇത്ര നമ്മൾ കോസ്റ്റ് വരുന്നത് പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ ആക്ച്വലി കൂടുതൽ വന്നാൽ അതിന്റെ ഡീവിയേഷൻ, അതിനുള്ള ഡിഫറൻസ് വളരെ കുറവായിരിക്കണം. ഇനി അടുത്താണ് ഡിസ്ക്രിഷണറി കോസ്റ്റ് സെന്റർ. ഡിസ്ക്രിഷണറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. നമ്മുടെ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അക്കൗണ്ടിങ്, ലീഗൽ, ഇങ്ങനെയുള്ള എക്സ്പെൻസ്, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള എക്സ്പെൻസിന്റെ പ്രത്യേകത എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ലീഗൽ എക്സ്പെൻസ്, ഫാക്ടറി കോർപ്പറേറ്റ് ഓഫീസ് എക്സ്പെൻസ്, ഇങ്ങനെയുള്ള യൂണിറ്റുകളുടെ പ്രത്യേകത ഇത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതിന് ഔട്ട്പുട്ടായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? എല്ലാ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഈ ചെലവുകളെല്ലാം വളരെ കോമൺ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ജഡ്ജ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്ക്രിഷണറി കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. റവന്യൂ സെന്റർ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ സെന്റർ ആണ്. മാനേജേഴ്സ് ഡു നോട്ട് ഹാവ് ദി അതോറിറ്റി ടു ലോവർ പ്രൈസസ് ബട്ട് ആർ ജഡ്ജ് ബൈ ദ സെയിൽസ് റവന്യൂ. സെയിൽസ് റവന്യൂയുടെ ബേസിലായിരിക്കും നമ്മൾ ജഡ്ജ് ചെയ്യുന്ന മാനേജേഴ്സ്. പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത് ദേ ആർ യൂണിറ്റ് സച്ച് ആസ് പ്രൊഡക്റ്റ് ഡിവിഷൻ. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ഡിവിഷന് റെസ്പോൺസിബിൾ ഒരു മാനേജേഴ്സ് ഉണ്ടാകും. ആ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ട്. അതാണ് പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ മാനേജർ ഇസ് റെസ്പോൺസിബിൾ ഫോർ മാക്സിമൈസിങ് ദ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് വരുന്നത്. പ്രോഫിറ്റ്സ് അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നു, പൈസ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നു, ഓരോ മാനേജേഴ്സിനും നമ്മൾ റെസ്പോൺസിബിൾ ആക്കും. ഓരോ ഇൻവെസ്റ്റ്മെന്റ് സെന്ററിലും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വരുന്നത് നാലാമത് വരുന്ന എലമെന്റ്സ് ആണ് കോർപ്പറേറ്റ് കൾച്ചർ. നമ്മളിപ്പോ ഞാൻ ഇത് ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത പോയിന്റ് ആണ്. നമ്മൾ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്ന തന്നെ അതിന്റെ ഒരു കോമൺ പെർസെപ്ഷൻ, കോമൺ ഡിസിഷൻ, അവരുടെ ഷെയർഡ് വാല്യൂസിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് കൾച്ചർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മാനേജേഴ്സ് എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത്, എംപ്ലോയീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ, എംപ്ലോയീസ് എങ്ങനെയാണ് ഒരു വാല്യൂസ്, ഒരു സിസ്റ്റം എങ്ങനെയാണ് ഓരോരുത്തരുടെ, ഇതാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഒരു വിഷനും എല്ലാ സാധനങ്ങളും ഉണ്ടാകും, പക്ഷെ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ അത് ഓർഗനൈസേഷൻ കൾച്ചർ ഒരു വലിയ റോള് വഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട്. അതിന്റെ ബേസിസിലാണ് നമുക്ക് മിഷൻ എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് മെയിൻലി ഫെസിലിറ്റേറ്റ്സ് ത്രൂ ദ സെൽഫ് കൺട്രോൾ. ഞാൻ പറഞ്ഞു കോമൺ ബിലീഫ് ആൻഡ് വാല്യൂ സിസ്റ്റത്തിനെയാണ് കൾച്ചർ എന്ന് പറഞ്ഞു, അല്ലെ? ഇത് മെയിൻലി കോമൺ ബിലീഫ് ആൻഡ് വാല്യൂസ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് എ ബിസിനസ് ഇസ് ഗ്രേറ്റ്ലി ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ ബൈ മെയിൻലി 3 കാര്യങ്ങൾ. ഒന്ന്, internalizing in individuals key decision premises and direction, developing a sense of group loyalty, reducing dissonance and frictions. ഞാനും ഓർഗനൈസേഷന്റെ ഭാഗമാണ്, ഓർഗനൈസേഷന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്റെയും കൂടി ഗോൾ ആണെന്നുള്ള ഒരു സെൻസ് ഓഫ് ഒരു ലോയൽറ്റി, ഒരു അറ്റാച്ച്മെന്റ് തോന്നി തുടങ്ങണം നമുക്ക്. അതിനുവേണ്ടിയാണ് കൾച്ചർ ഒരു ഭാഗം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് റെഡ്യൂസിങ് ഡിസോണൻസ് ആൻഡ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓർഗനൈസേഷന്റെ ഭാഗമല്ല, അതായത് അങ്ങനത്തെ ഒരു കൾച്ചർ ആണ് ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നതെങ്കിൽ ആളുകള് ഓർഗനൈസേഷന്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ് ശരിക്കും. അഞ്ചാമത് റിവാർഡ്സ് ആൻഡ് കോമ്പൻസേഷൻ. അത് റിവാർഡ് എന്ന് പറഞ്ഞത് മോണിറ്ററി ആകാം, നോൺ മോണിറ്ററി ആകാം. ഒരു എംപ്ലോയിനെ നമ്മൾ റിവാർഡ് ചെയ്യുന്നത്, റിവാർഡ് മോണിറ്ററി എന്ന് പറയുമ്പോൾ സാലറി അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഇൻസെന്റീവ്സ് കൊടുക്കുന്നതും പെർക്വസിറ്റ്സ് കൊടുക്കുന്നു. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, അതായത് നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്ക് ഷെയർ നമ്മൾ കൊടുക്കുന്നതാണ് എംപ്ലോയീസിന്, നിങ്ങൾക്ക് ഈ പോയിന്റിൽ അത് എന്ത് ചെയ്യാം, അത് റിഡീം ചെയ്യാന്നുള്ള രീതിയിൽ. നോൺ മോണിറ്ററി റിവാർഡ് എന്ന് പറയുമ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്യാം, ഓക്കെ താങ്ക് യു, ഈ ഒരു പേഴ്സൺ ഈ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തത്, നമുക്ക് അവാർഡ്സ് തരിക, അപ്പോ കുറച്ച് പ്രൊമോഷൻ നമ്മൾ കൊടുക്കുക, കുറെ കൂടി അവർക്ക് ഫ്രീഡം കൊടുക്കുക വർക്ക് ചെയ്യാനുള്ള, അവർ അപ്രീഷിയേറ്റ് ചെയ്യുക ചില സമയത്ത്. ഇതൊക്കെയാണ് നോൺ മോണിറ്ററി റിവാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. കാരണം കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു റൂട്ട് ഓഫ് ദി എഫിക്കസി ഓഫ് ദ കൺട്രോൾ സിസ്റ്റം ഈസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. കാരണം
പല ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്മൾ പറഞ്ഞു ഓരോ ഫംഗ്ഷനും കൺട്രോൾ സിസ്റ്റം ഉണ്ടെന്ന്. പക്ഷെ ഇതെല്ലാം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കണം. എന്നാൽ മാത്രമാണ് ഇതിൽ എന്ത് സംഭവിക്കുള്ളൂ, ഗോൾ കൺവെർജൻസ് സംഭവിക്കുള്ളൂ. എന്താണ് ഗോൾ കൺവെർജൻസ്? ഇൻഡിവിജ്വലിന്റെ ഗോളും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗോളും ഓരോ മാനേജറിന്റെ ഗോളും ഓർഗനൈസേഷന്റെ ഗോളായിട്ട് എന്ത് ചെയ്യണം, കൺവെർജ് ചെയ്യണം ഏതെങ്കിലും ഒരു പോയിന്റിൽ. എന്നാൽ മാത്രമേ നമുക്ക് ഓർഗനൈസേഷൻ സക്സസ് ആവുകയുള്ളൂ. അപ്പോ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വെഹിക്കിൾ നമുക്ക് യൂസ് ചെയ്യാം. കോൺഫറൻസസ്, വർക്ക്ഷോപ്പ്, ന്യൂസ് ലെറ്റേഴ്സ്, എന്താണ് ശരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ നടക്കുന്നത് എല്ലാവരും അറിയിക്കുക, മന്ത്ലി റിപ്പോർട്ട്സ്, ഓഫീസ് നോട്ട്സ്, ഇമെയിൽസ്, എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ ഉണ്ട്. പക്ഷെ എപ്പോഴും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് പല സമയത്തും എഫക്റ്റീവ് ആയിട്ട് വരിക. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഉള്ള മോഡേൺ ഓർഗനൈസേഷൻ ഏത് നോക്കിയാലും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വളരെ കോമൺ ആണ്. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ വളരെ ഇൻഫോർമൽ, വളരെ കാഷ്വൽ ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു മീറ്റിംഗ് ഒരു പേര് വിട്ട് പോലും വിളിക്കില്ല, മാനേജർ പക്ഷെ നമ്മളൊരു റൂമിൽ പോയിരുന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇൻഫോർമൽ. എന്താണ് ഇൻഫോർമൽ മാനേജ്മെന്റ് കൺട്രോൾ? സാധാ ഒരു മീറ്റിംഗ്, സാധാ ഒരു കോൺവെർസേഷൻ, ജസ്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു നോർമൽ കാഷ്വൽ ടോക്ക്. ഒട്ടും ചിലപ്പോൾ മീറ്റിംഗ് സ്ട്രക്ചേർഡ് ആണ്, പക്ഷെ അൺസ്ട്രക്ചേർഡ് അജണ്ട, പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ, പ്രശ്നം ഉണ്ടെന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇൻഫോർമൽ മീറ്റിംഗ് വഴി നമുക്ക് എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും ബിസിനസ്സിൽ. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഫോറിൻ ഓണർഷിപ്പ് കൺട്രോളർ ഇൻഫ്ലുവൻസ്, FOCI. ഈ ഫോറിൻ ഓണർഷിപ്പ് കൺട്രോളർ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ FOCI എന്ന് പറയുന്നത് when a foreign interest has the power to direct or decide matters affecting the management or operations of the company in a way that could result in unauthorized access to classified information. അതായത് ഒരു ഫോറിൻ ഇൻട്രസ്റ്റ്, ഒരു പുറത്തുനിന്ന് നമുക്കൊരു ഇൻട്രസ്റ്റ് നമ്മുടെ ബിസിനസ്സിൽ കുറച്ച് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ കുറച്ച് പ്രഷർ ചെലുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ FOCI ആണ് നമുക്ക് പറയാം, ഫോറിൻ ഓണർഷിപ്പ് കൺട്രോൾ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഓർ അഡ്വേഴ്സ്ലി എഫക്ട് ദ പെർഫോമൻസ് ഓഫ് ക്ലാസിഫൈഡ് കോൺട്രാക്ട് ദ കമ്പനീസ്, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ട്സിനെ അത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഫർമേഷൻസ് ആയാലും അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഇറ്റ്സ് FOCI ആണെന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു കമ്പനി FOCI ആണെന്ന് പറയാനായിട്ട് വരുന്നതെന്നാണ് എഴുതിയിരിക്കുന്ന റെക്കോർഡ് ഓഫ് എക്കണോമിക് ആൻഡ് ഗവൺമെന്റ് എസ്പിയോണേജ്, then record of enforcement or engagement in unauthorized technology transfer ഏർപ്പെടുക, the type and sensitivity of information shall be access ചെയ്യുന്നു, then record of compliance with the laws regulation, the nature of any bilateral or multilateral security and information exchange between an ownership or control in whole or in part by a foreign government. സോ ഈ ഒരു കേസെല്ലാം ഒരു ഫോം നമുക്ക് ഫോറിൻ ഓണർഷിപ്പ് കൺട്രോളർ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം ഇതിൽ എന്ത് സംഭവിച്ചാലും. ഇനി കോംപ്ലക്സ് ഇൻഡസ്ട്രിയൽ ഡൈനാമിക്സ്, ഡിസാസ്റ്റർ ആൻഡ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല, ഒരു സിംഗിൾ ആയിട്ട് എൻറ്റിറ്റി മാത്രമല്ല, ഒരു സിംഗിൾ ഡിവിഷൻ, സിംഗിൾ പ്രൊഡക്റ്റ് അല്ല, മൾട്ടിപ്പിൾ ഡിവിഷൻസ്, കോംപ്ലക്സ് പ്രോസസ് അല്ലെ, ഒരുപാട് ഫംഗ്ഷൻസ് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു നെറ്റ്വർക്ക് ആണ് ആക്ച്വലി ഇറ്റ്സ് എ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക്. പല സ്ഥലത്തു നിന്നുള്ള ഇൻഫർമേഷൻസിനെയും എന്ത് ചെയ്യുന്നു, കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ബിസിനസ് എന്ന് പറയുന്നത്. സോ ദിസ് നെറ്റ്വർക്ക് അപ്പിയേഴ്സ് ഇൻ സെവറൽ ലൊക്കേഷൻസ് അക്രോസ് ദി കൺട്രോൾ സിസ്റ്റം ആൻഡ് ഹാസ് എൻ ഇമ്പാക്ട് ഓൺ ദ ഫിസിക്കൽ പ്രോസസ് ഓഫ് ദ കമ്പനി. പല പല ലൊക്കേഷൻസിലായിരിക്കും ചിലപ്പോൾ ഈ നെറ്റ്വർക്ക് കാണുക അല്ലെ, പല ലൊക്കേഷൻസിലും പല കൺട്രോൾ സിസ്റ്റത്തിൽ സെവറൽ ലൊക്കേഷൻസിലായിരിക്കും വരിക. സോ ഒരു വെൽ മാനേജ്ഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഐഡന്റിഫൈ ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ അക്രോസ് ദ കമ്പനീസ് ഫിസിക്കൽ പ്രോസസ്. ഒരു ഇൻഫർമേഷന്റെ ഫ്ലോ കുറച്ച് എന്ത് ചെയ്യുന്നു, സ്മൂത്ത് ചെയ്യുന്നു. ഒരു വെൽ മാനേജ്ഡ് കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും, അത് പ്രോപ്പർലി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ വളരെ പ്രോപ്പർ ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഫെസിലിറ്റേറ്റ് ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഇന്റർലോക്കിംഗ് നെറ്റ്വർക്ക് ഓഫ് ഇൻഫർമേഷൻ അലൗവിംഗ് സ്യൂട്ടബിൾ ഡിസിഷൻ ടു ബി ടേക്കൺ. അപ്പോ മെയിൻ ആയിട്ട് ഇത്ര നിങ്ങൾ പഠിക്കുക. ബേസിക്കലി ഒരു ഇങ്ങനൊരു കോംപ്ലക്സ് സെറ്റിംഗിൽ ഈ ഒരു മാനേജ്മെന്റ് നെറ്റ്വർക്ക് സിസ്റ്റം എസ്പെഷ്യലി ഡിഫറെന്റ് ലൊക്കേഷൻസിൽ വരുമ്പോൾ അതിനൊരു സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അത് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ അതേ സമയത്ത് ഡിസാസ്റ്റർ എന്താണെന്നും പറയുന്നത്, ഡിസാസ്റ്റർ എന്ന് പറയുന്നത് റെയർ occurrence that needs the mobilization of all available resources to mitigate its effect. ഇനി അഥവാ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചാൽ പോലും അതൊരു വളരെ റെയർ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്നാലും അതിന്റെ എഫക്ട് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന് സാധിക്കണം. അതാണ് ഉദ്ദേശിക്കുന്ന ടേം, അതാണ് നമ്മൾ പറയുന്ന ടേം ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ഒരു ഗുഡ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന് എപ്പോഴും ഈ പറഞ്ഞ ഡിസാസ്റ്റർ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം.
അതിന് ബോത്ത് നമ്മുടെ ഫിസിക്കലി നമ്മൾ റെഡി ആവണം, നമ്മുടെ സിസ്റ്റവും അതനുസരിച്ച് ഒരു സിസ്റ്റം നമ്മൾ റെഡിനെസ് എന്ന് പറയും, സിസ്റ്റത്തിന് റെഡിനെസ് എത്രത്തോളം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സൈബർ സെക്യൂരിറ്റി ത്രെറ്റ് വരുന്നു, സോ എത്രത്തോളം നമ്മൾ റെഡിയാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി, എത്രത്തോളം നമ്മൾ റെഡിയാണ് അതിനെ നമ്മൾ ആ ത്രെറ്റിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട്, ആ ത്രെറ്റിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട്. ഇനി എത്തിക്സ് ആൻഡ് മാനേജ്മെന്റ് കൺട്രോൾ. നമ്മൾക്കറിയാം എല്ലാ കമ്പനീസും നിങ്ങൾ ചിലപ്പോൾ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പോയി കാണാൻ പറ്റും, അവർക്ക് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, അവരുടെ കോർ വാല്യൂസും എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എല്ലാം പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് വൈ ഡു ഇൻഡിവിജ്വൽസ് ഇൻ ഓർഗനൈസേഷൻ ഇന്റലിജന്റ് അൺഎത്തിക്കൽ? നമുക്കറിയാം പലപ്പോഴും നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട് അല്ലെ, പല കമ്പനീസും അൺഎത്തിക്കൽ പ്രാക്ടീസസിൽ ഇൻവോൾവ് ആവുന്നു. ഇപ്പൊ ഈ അടുത്ത് വന്ന ന്യൂസ് ആണ് നെസ്ലയുടെ ബേബി പ്രൊഡക്ട്സിൽ പോലും ഷുഗറിന്റെ ഹൈ ലെവൽ ഓഫ് കണ്ടന്റ്, അതുപോലെ ഹോർലിക്സും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിലുള്ള പ്രശ്നങ്ങള്, ഈ വർഷങ്ങൾക്ക് മുന്നേ മാഗിയുടെ ഒരു ഇഷ്യൂ വന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് അല്ലെ. അപ്പൊ ഒരു മാക്രോ ലെവലിൽ നോക്കുമ്പോൾ കറപ്ഷൻ ആൻഡ് മോറൽ ഡിക്കേ ഇൻ ദ കറന്റ് എറ ലീഡിംഗ് ടു ലെജിറ്റിമൈസേഷൻ ഓഫ് അൺഎത്തിക്കൽ ബിഹേവിയർ. കറപ്ഷൻ ഒരു ഇമ്പോർട്ടന്റ് അൺഎത്തിക്കൽ ആസ്പെക്ട് ആണ് മാക്രോ ലെവലിൽ. ഇഫ് യു ലുക്ക് അറ്റ് ഓർഗനൈസേഷൻ ലെവലിലാണെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ നോംസ് പ്രോപ്പർലി ഡിസൈൻ ചെയ്തിട്ടില്ല, അത് ഫോളോ ചെയ്യാതിരുന്നാൽ ഡെഫിനറ്റ്ലി ഒരു കൺട്രോൾ ഫെയിലിയർ സംഭവിക്കും അല്ലെ. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഈ പറഞ്ഞ ഫ്രോഡുകളോ മിസ്അപ്രോപ്രിയേഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ഇന്റേണൽ ഓഡിറ്റിംഗ് നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇന്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ചെക്ക് ആൻഡ് കൺട്രോൾ നമ്മൾ പറയും. അതായത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്തിക്കലി ആണോ കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്രോഡോ അല്ലെങ്കിൽ അനെത്തിക്കൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, നമുക്കൊരു പ്രോപ്പർ ഇന്റേണൽ ചെക്ക് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതിന്റെ ഒരു മോഡലാണ് ഇത്, സൈബർനെറ്റിക് മോഡൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് എത്തിക് പ്രോഗ്രാം ഇൻ ഓർഗനൈസേഷൻ. നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ എത്തിക്സ് നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിസൈർഡ് സ്റ്റേറ്റ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫിലും കാണാം സ്റ്റേറ്റ് ദി എത്തിക്കൽ ഗോൾസ് എന്ന്. അതായത് സെറ്റ് ദി എത്തിക്കൽ ഗോൾസ് ഇൻ ടേംസ് ഓഫ് കംപ്ലയൻസ് വിത്ത് ഓൾ ലോസ്, ട്രാൻസ്ലേറ്റ് ദി എത്തിക്കൽ ഗോൾസ് ഇൻ ടേംസ് ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് എത്തിക്കൽ പോളിസി. ഫസ്റ്റ് നിങ്ങളുടെ എത്തിക്കൽ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യാം, ലോസ് ആയിട്ടെല്ലാം കംപ്ലൈൻ ചെയ്യുന്നുണ്ടോ, എന്നിട്ട് ആ ഗോളിനെ നിങ്ങൾ നിങ്ങളുടെ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ എത്തിക് പോളിസീസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ കോഡ് ഓഫ് കണ്ടക്ട്. എംപ്ലോയീസ് അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും ഇത് പാലിച്ചിരിക്കണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ മെഷർ ദി കറന്റ് സ്റ്റേറ്റ്, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആക്ച്വൽ സ്റ്റേറ്റ്, ലോസ് ആർ ബീയിങ് ഫോളോഡ്, നോംസ് ആൻഡ് എത്തിക്കൽ കോഡ്സ് ആർ ബീയിങ് ഫോളോഡ്. അതാണ് ഫൈൻഡ് ദി കറന്റ് സ്റ്റേറ്റ് ഓഫ് ദി കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് ഫൈൻഡ് ദ ഡീവിയേഷൻ. എല്ലാം കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ ഒരു റെഗുലർ, അതാണ് ഇന്റേണൽ ചെക്ക് ആൻഡ് ഓഡിറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ്. എല്ലാം നമ്മൾ കറക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത് ചെക്ക് സിഗ്നിഫിക്കന്റ് ഡീവിയേഷൻ. എങ്ങനെ എത്തിക്സ് ഓഡിറ്റ് വഴി, എത്തിക്സ് അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റിംഗ് വഴി എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ റെമഡിയൽ ആക്ഷൻസ് എടുക്കുകയോ പിന്നീട് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എത്തിക്കൽ കൗൺസിലിംഗ്, എത്തിക്കൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന ഫീഡ്ബാക്ക് സിസ്റ്റം, അതുവഴി നമ്മൾ അത് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ റെമഡിയൽ ആക്ഷൻ സ്വീകരിക്കാൻ നോക്കുന്നു. ഇതാണ് സൈബർനെറ്റിക് മോഡൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് എത്തിക്സ് പ്രോഗ്രാം. ഫസ്റ്റ് നമ്മുടെ ഡിസൈർഡ് സ്റ്റേറ്റ് എന്താണ്, കറന്റ് സ്റ്റേറ്റ് എന്താണ്, റെമഡിയൽ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് വരുന്നത്. ഇനി 6 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് ഫോർ കൺട്രോളിംഗ് എത്തിക്കൽ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനും എത്തിക്കൽ വയലേഷൻസ് ഒരു പരിധി വരെ ഒഴിവാക്കാനുമായിട്ട് 6 സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഒന്ന് ഗോൾ സെറ്റിംഗ്, 2 സെൻസിറ്റൈസിങ്. ഗോൾ സെറ്റിംഗ് ഞാൻ ഓൾറെഡി തൊട്ട് മുന്നിൽ പറഞ്ഞു, എല്ലാ ലോസും കംപ്ലൈ ചെയ്യുന്നുണ്ടോ എത്തിക്കൽ കോഡ്സ് എല്ലാം. 2 സെൻസിറ്റൈസിങ് എന്ന് പറയുന്നത് സെൻസിറ്റൈസ് ഓൾ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആസ് ടു വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ കോൺസ്റ്റിറ്റ്യൂട്ട് അൺഎത്തിക്കൽ ബിഹേവിയർ. പലപ്പോഴും പല ഓർഗനൈസേഷൻ നമ്മൾ ഫസ്റ്റ് ഇൻഡക്ഷൻ പ്രോഗ്രാമിന് പോകുമ്പോൾ പറയും എന്താണ് അൺഎത്തിക്കൽ ബിഹേവിയർ എന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എന്താണ് അൺഎത്തിക്കൽ ബിഹേവിയർ എന്ന് പറയും. സ്റ്റെപ്പ് 3 എത്തിക്കൽ ഓഡിറ്റ്. ശരിക്കും എംപ്ലോയീസ് ഇത് അനുസരിച്ചാണ് മുന്നോട്ട് പോയതെന്ന് ചെക്ക് ചെയ്യുക. സ്റ്റെപ്പ് 4 റിപ്പോർട്ടിംഗ്. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അൺഎത്തിക്കൽ ബിഹേവിയർ ചെയ്തിട്ടുണ്ടോ. സ്റ്റെപ്പ് 5 ഇൻവെസ്റ്റിഗേഷൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അതിനെതിരെ ആക്ഷൻ എടുക്കുന്നു. ഇതാണ് 6 സ്റ്റെപ്പ്. വളരെ സിമ്പിൾ ആണ്. ഇനി ഇത് ഞാൻ എക്സ്പ്ലെയിൻ പോലും ചെയ്യുന്നില്ല, ഇത് ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുകയാണ്. ഇമ്പാക്ട് ഓഫ് ഇന്റർനെറ്റ് ഓൺ മാനേജ്മെന്റ് കൺട്രോൾ. ഇന്റർനെറ്റ് വന്നിട്ട് ഇപ്പൊ കുറെ വർഷങ്ങളായി, സോ ഇന്റർനെറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ആക്സസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ കുറെ കൂടി ഇംപ്രൂവ് ആയി, നോ കോസ് കമ്മ്യൂണിക്കേഷൻ, ദ എബിലിറ്റി ടു ഡിസ്പ്ലേ ഇമേജസ്, ഇൻഡിവിജ്വലൈസിംഗ് ദ അതോറിറ്റി ആൻഡ് കൺട്രോൾ. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്ന പോയിന്റ്സ് ആണ് അതിലുള്ളൂ. ഇനി ജനറൽ കൺസിഡറേഷൻസ് ഇൻ ഡിസൈനിങ് എ മാനേജ്മെന്റ് കൺട്രോൾ. ഈ എല്ലാ ഡിസ്കഷനും കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്ന ഒരു മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിലുള്ള ജനറൽ കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്. ഒന്ന് ടോപ്പ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെയും കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് ദ ടോപ്പ് മാനേജ്മെന്റ്.
അവരാണ് ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഗോൾ, ഒബ്ജക്റ്റീവ്, വിഷൻ, മിഷൻ, സ്ട്രാറ്റജി, സ്ട്രക്ചർ എല്ലാം. രണ്ട്, ഓർഗനൈസേഷൻ സ്പെസിഫിക്. നമുക്ക് ഒരിക്കലും ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്ത സെയിം സാധനം എനിക്ക് വേറൊരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഹൈലി കോംപ്ലക്സ് ആൻഡ് ഡൈനാമിക്. ഓരോ ഓർഗനൈസേഷനും എന്താണ് അവരുടേതായ രീതിയിൽ വ്യത്യസ്തരായിരിക്കും അല്ലെ. അപ്പോ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ നോക്കുക. കാരണം ചില ഫേം പ്രോഫിറ്റ് ഫേം ആണ്, ചില സർവീസ് ഫേം ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അടുത്ത ഗോൾ കോൺഗ്രുവൻസ്. ഗോൾ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത് ഓരോ റെസ്പോൺസിബിലിറ്റി സെന്ററിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. കോസ്റ്റ് എല്ലാം കുറച്ച്, പ്രോഫിറ്റ് സെന്റർ ആണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, കോസ്റ്റ് സെന്റർ ആണെങ്കിൽ കോസ്റ്റ് കുറക്കുക, ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യുക. സോ ഇൻഡിവിജ്വലിന്റെ ഗോളും ഒരു ഓർഗനൈസേഷന്റെ ഗോളും കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതാണ് ഗോൾ കൺഗ്രുവൻസ് എന്ന് പറയുന്നത്. ഇനി മാനേജ്മെന്റ് മോട്ടിവേഷൻ. അവർക്ക് കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, റിവാർഡ് ചെയ്യുക എംപ്ലോയീസിനെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫെയർനെസ് ഓർ ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് ഷുഡ് ബി റീസണബിളി ഒബ്ജക്റ്റീവ് മെഷർ ഓഫ് പെർഫോമൻസ് ഷുഡ് മെറിറ്റ് സ്പെഷ്യൽ അറ്റൻഷൻ. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യുന്നത് കൃത്യമായിട്ടും റീസണബിളി ഫെയർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താ പെർഫോമൻസ് മെഷർ ചെയ്യേണ്ടത് ഒരു ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ യൂണിറ്റ് 1 നമ്മൾ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്താണ്, അതിന്റെ കമ്പോണൻസ്, അതിന്റെ ഫാക്ടേഴ്സ്, അതിന്റെ ടൈപ്സ് ഓഫ് കൺട്രോൾസ്, അതുപോലെ എത്തിക്സ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഫൈനലി നമ്മൾ നോക്കി മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ജനറൽ കൺസിഡറേഷൻസ് എന്താണെന്നും അതിന്റെ കമ്പോണൻസ് എന്താണ്. അപ്പൊ യൂണിറ്റ് 1 ഇവിടെ തീർന്നു. ഇനി നമുക്ക് യൂണിറ്റ് 2 കാണാം. താങ്ക് യു സോ മച്ച്.